സോ ഹലോ ഗൈസ് അവാറി വെൽക്കം ബാക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നൂറിൻ ഷെരീഫിൻ്റെ വിവാഹ നിശ്ചയം. ഓക്കെ, വിവാഹ നിശ്ചയത്തിൽ നൂറിൻ ഷെരീഫ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് ഇട്ടിരുന്നു. ആ ഫോട്ടോസിന് അടിയിലും ഫേസ്ബുക്കിലിട്ട വീഡിയോ, പല വിവാഹ ചടങ്ങുകളുടെ വീഡിയോക്ക് അടിയിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ആയിട്ട് വന്നു. എനിക്ക് പോയി തട്ടമിട്ടൂടെ, ഇനി തടിച്ചാണ്, ഇനി ഓവറാണ്, ഇനി ഭംഗിയില്ല, സൗന്ദര്യമില്ല, അഡാർലോവ് കാണത്ര സൗന്ദര്യമില്ല, ഇനി തടി കൂടിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ നോക്കുക. ഓക്കെ, സോ അതിൻ്റെ നൂറിൻ ഷെരീഫ് പ്രതികരണമായി എത്തിയില്ലെങ്കിൽ പ്രിയ പി വാര്യയുടെ പ്രതികരണമായി എത്തിയിട്ടുണ്ടാണ് ചില ഓൺലൈൻ മീഡിയകളിൽ അറിയാൻ സാധിച്ചത്. സോ അതിൻ്റെ മുമ്പായ ഈ ഒരു സംഭവം ഞാൻ വായിച്ചത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ജോലിക്കിടെ പരിചയപ്പെട്ട് സുഹൃത്തുക്കളായി പിന്നീട് പ്രണയം തുറന്നു പറഞ്ഞു നൂറിൻ ഷെരീഫ്. നടൻ നൂറിൻ ഷെരീഫ് വിവാഹിതയാകുന്ന നടനും തിരക്കഥാകൃത്തുമായ ഫഹീം സഫറാണ്. വരൻ ദീർഘനാളുകൾ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നൂറിൽ പങ്കുവച്ചിരിക്കുന്നു. ജോലിക്കിടെ പരിചയപ്പെട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായി ആരംഭിച്ചു. അതിനുശേഷം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി പിന്നീട് ആത്മമിത്രങ്ങളായി. ഈ യാത്ര സ്നേഹം സന്തോഷം നിറഞ്ഞതാണ് എന്നാണ് നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നൂറിൽ കുറിച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ. ഓക്കെ, ബക്കലെ റിസോർട്ട് വെച്ചാണ് ചടങ്ങുകൾ. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കൊല്ലം സ്വദേശിയായ നൂറ് 2017 ഒമർ ലുലു സംവിധാനം ചെയ്ത ചങ്സ് എന്ന ചിത്രത്തിലുള്ള സിനിമ അരങ്ങേറ്റം കൊച്ചിയിൽ ഒരു അഡാർലവൻ സിനിമയിൽ നായികയായി എത്തി. ഓക്കെ, സാന്താക്രൂസ്, വെള്ളപ്പം, ബർമൂഡ തുടങ്ങിയ മറ്റു ചിത്രങ്ങൾ, ജൂൺ, മാലക, ഗ്യാങ്സ് ഓഫ് 18, മധുര തുടങ്ങിയ ചിത്രങ്ങളുടെ ഫഹീം സഫർ ചെയ്തതിനോട് മധുരത്തിന് തിരക്കഥാകൃത്തിലുള്ള ഒരാളാണ് ഫഹീം സഫർ. ഓക്കെ, സോ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നൂറിൻ ഷെരീഫിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നൂറിൻ ഷെരീഫ് ഭംഗിയില്ല, അങ്ങനെയാണ്, തടിച്ചാണ്, തട്ടട്ടോടെ മുസ്ലിമാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രതികരണമായി നമ്മളെ പ്രിയ പി വാര്യർ, അതായത് നമ്മൾ അഡാർലവിൽ നൂറിൻ ഷെരീഫ്, പ്രിയ പി വാര്യർ, റോഷൻ, ഓക്കെ, ഇവരെ കാണുന്നല്ലോ പ്രധാന ക്യാരക്ടേഴ്സ്. സോ അതിൽ പ്രിയ പി വാര്യർ രംഗത്തെത്തിയിരിക്കുന്ന ഒരുപാട് ചില ഓൺലൈൻ മീഡിയകൾ വഴി നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ എന്തായാലും പ്രിയ പി വാര്യർ കൊടുത്ത കിടക്കം പണിയായിരിക്കും. പിന്നെ അഭിപ്രായം കമന്റ് ചെയ്യാൻ കാണാം. ബൈ.